ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ജേണൽ ചെയ്യാം. കുറേ നാളായില്ലേ ജേണൽ ചെയ്തിട്ട്. ഇത് ഞാനിപ്പോൾ അടുത്ത് എൻ്റെ പുതിയൊരു ഡയറിയാണിത്. അപ്പം ആ ഒരു ഡയറിയിലാണ് നമ്മൾ ഇന്ന് ജേണൽ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഹ്യൂജ് പ്രത്യേകതയുണ്ട് ഈ ഒരു ജേണലിന്. അപ്പം എന്തായാലും ഇത് വലിയ സ്പെഷ്യൽ ജേണലൊന്നുമല്ല, നോർമൽ സാധാ ഒരു ജേണൽ. വലിയ സ്പെഷ്യലൊന്നും ഇല്ലല്ലോ ഇന്നും. അപ്പോൾ സാധാ ഒരു ജേണൽ. പിന്നെ അങ്ങനെ ജേണൽ ചെയ്യുമ്പം ഇപ്പോൾ ഒരു മൂഡുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഈ മൂഡ് വരും. അപ്പോൾ ഈ ഒരു മൂഡിലപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനിങ്ങനെ വീഡിയോ ക്യാമറ പിടിച്ച് ഇങ്ങനെ നിന്നു. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഒന്നും സ്ക്രിപ്റ്റ് കിട്ടിയില്ല. എനിക്ക് എന്താ വീഡിയോ എടുക്കേണ്ടതെന്ന് മനസ്സിലായില്ല. അപ്പോൾ പിന്നെ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. കുറേ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഞാൻ ഓരോന്നും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ ഒരു പേപ്പറാണ് ഇത്. നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കവറാണ്. ആ ഒരു കവർ അതാണ് ആ ഒരു ഇതാണ് ഇത്. അത് നമ്മളിതുപോലെ സൈഡ് കൈ വെച്ചിട്ട് മുറിച്ചിട്ട് ഒട്ടിക്കുകയാണ് വേണ്ടത്. നമ്മൾ ഒരിക്കലും കത്രിക വെച്ചിട്ട് ജേണൽ ചെയ്യുമ്പോൾ കത്രിക വെച്ചിട്ട് ഇങ്ങനെ മുറിക്കാൻ പറ്റില്ല. അങ്ങനെ മുറിക്കാം, പക്ഷേ മുറിച്ച് അതിൻ്റെ ഒരു ഫിനിഷിങ് ടച്ച് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ റഫായിട്ടൊന്ന് മുറിച്ചാൽ റെഡിയാവും. ഇതൊരു ട്രാൻസിഷൻ ആയിരുന്നു, പക്ഷേ ഞാൻ കൈ ഇങ്ങനെ എടുക്കാൻ മറന്നുപോയി. ഓക്കെ. പിന്നെ അപ്പോൾ ഇങ്ങനെയാണ് ചുറ്റും ചെയ്തത്. പിന്നെ ഞാൻ വെറുതെ വേറെ സപ്ലൈസൊക്കെ നോക്കിയപ്പോൾ എനിക്കൊരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ കിട്ടി. എന്നാൽ പിന്നെ നമ്മൾ വേസ്റ്റ് ആക്കുമോ, അതും എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു. ആദ്യം ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു പോയി, കുറച്ച് താത്തിയിട്ട് അപ്പോൾ പിടിച്ചു, പിന്നെ മുകളോട്ട് ഒട്ടിച്ച്. അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ, കുറേ നോട്ട്ബുക്സൊക്കെ വേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം ആ വേസ്റ്റിൽ കുറച്ച് നോട്ട്ബുക്ക് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ അടുക്ക് മുടി ഇങ്ങനെ വീണു കേട്ടോ. ഇതുപോലെ പശ തേച്ചിട്ട് ഇങ്ങനെ സൈഡ് കൈ വെച്ചിട്ട് റഫായിട്ട് മുറിച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു വൈറ്റ് പോർഷൻ ഇവിടെ ഒന്നും ഇല്ലാണ്ടൊരു പോർഷൻ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് എഴുതുക. അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് എഴുതി വെക്കുക. നല്ല രസമല്ലേ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് എഴുതുക. എനിക്കൊന്നും കിട്ടില്ല എന്താ എഴുതേണ്ടത്. പിന്നെ ഞാൻ വി ഹാവ് ഓൺലി വൺ ലൈഫ്, വി ഹാവ് ടു എൻജോയ് അവർ ലൈഫ്, അങ്ങനെ കുറച്ച് ഇതൊക്കെ എഴുതി. അതാണ് ഞാൻ അവിടെ എഴുതിയത്. പിന്നെ ഞാൻ ഒരു പൊട്ടത്തരം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ, ഞാൻ ഈ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഐഷാഡോ വെച്ചിട്ട് ഇതുപോലെ ഷെയ്ഡിങ് ഒക്കെ കൊടുത്ത് സൈഡിൽ ഇങ്ങനെ ജേണലൊക്കെ ചെയ്യുമ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ ഷെയ്ഡ് പോലെ ഇങ്ങനെ ചെയ്യുന്നത്. അതൊന്ന് ട്രൈ ചെയ്തതായിരുന്നു, പക്ഷെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ്. എന്താ വെച്ചാൽ ഇത് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല അതാക്കിയത്. എന്താ അറിയില്ല, ഒരു സുഖം കിട്ടിയിട്ടില്ല. ഞാൻ ഒരു റെഡ് ഐഷാഡോ ആയിരുന്നു യൂസ് ചെയ്തത്. പിന്നെ അതൊന്നാമത് ഞാൻ ബ്രഷ് വെച്ചിട്ടുമല്ല യൂസ് ചെയ്തത്. അപ്പം പിന്നെ ഞാൻ കൈ വെച്ചിട്ടായിരുന്നു യൂസ് ചെയ്തത്. അത് ഇതുപോലെ സൈഡിൽ ഇതുപോലെ ആക്കി. ഫസ്റ്റ് ആക്കി നല്ല സുഖത്തിൽ ഇങ്ങനെ വന്ന്, പിന്നെ അവിടെ ചെറുതായിട്ടൊരു കട്ടി പിടിച്ച്, പിന്നെ കൊളായി അങ്ങോട്ട് പോയി. പിന്നെ ലാസ്റ്റ് ഇവിടെ കീറിപ്പോയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ബ്രഷ് വെച്ചിട്ട് സൈഡിലൊരു ബോർഡർ പോലെ ലൈറ്റായിട്ട് ഒരു ബോർഡർ പോലെ ഐഷാഡോ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തു. എന്തായാലും ഈ ഒരു സ്റ്റെപ്പ് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. കുഴപ്പമില്ല, തീരെ ഇഷ്ടമായിട്ടില്ല, കുഴപ്പമില്ല, അങ്ങനെ വേണം പറയാൻ. ഒരു തീരെ ഇഷ്ടമില്ലാത്തൊരു കുഴപ്പം, അങ്ങനെ വേണം പറയാൻ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെപ്പായിരുന്നു ഇത്. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല, അതാണ് ഏറ്റവും പറഞ്ഞത്. പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചെയ്ത് ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് സ്റ്റിക്കർ പ്രിൻ്റാണ് കേട്ടോ അത്. അങ്ങനെ പ്രിൻ്റ് ചെയ്തതാണ്. വലിയ അത്ര കുറയൊന്നുമില്ല, കുറച്ച് അത്രേ ഉള്ളൂ. അല്ലാണ്ട് കുറേ അങ്ങനൊന്നുമില്ല, കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്റ്റിക്കേഴ്സാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതും പിന്നെ ഇതിലേതെങ്കിലും ഒരു ഗേളിനെ ആയിരുന്നു എടുക്കാൻ വിചാരിച്ചത്. ഞാൻ എടുത്തത് ഏതാണെന്ന് വെച്ചാൽ അക്കോ പിക്കോ വേഗം പൊക്കോ അങ്ങനെ എണ്ണിയതാണ്. എനിക്കപ്പോൾ ഇതാണ് എനിക്ക് അങ്ങനെ വെച്ചിട്ട് എനിക്ക് കിട്ടിയത്. എന്നാൽ പിന്നെ ഞാൻ അത് യൂസ് ചെയ്തു. ഇങ്ങനെ ഇത് നല്ല രസമാണ്, നല്ല സാറ്റിസ്ഫാക്ഷൻ ഒരു ലെവലാണ് ഇങ്ങനെ സ്റ്റിക്കർ ഇങ്ങനെ ഇങ്ങനെ പറിച്ചെടുക്കുന്നത്. പിന്നെ ഏത് സൈഡിൽ ഒട്ടിക്കുമെന്നുള്ള കൺഫ്യൂഷനായി. എന്നിട്ട് ഞാൻ ഒട്ടിച്ചു. ഈ സൈഡിലായിരുന്നു ഞാൻ ഒട്ടിച്ചത്. നിങ്ങൾക്ക് ഈ സൈഡിലാണോ അതോ ഈ ഒരു ഐഷാഡോൻ്റെ മൂലക്കൽ അവിടെ ആയിട്ടാണോ ഇഷ്ടമായത്? എന്തായാലും കമൻറ്റ് പറയാം. നാലൊരു കുഴപ്പമില്ലാത്ത ലെവലിലൊക്കെ ആയിരുന്നു ഇപ്പം. പിന്നെ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ ആ ഒരു ഇഷ്ടം നേരെ ഉണ്ടായിരുന്നുള്ളൂ. എന്താ വെച്ചാൽ അതിൻ്റെ മുകളിലും ഞാൻ എന്തോ എഴുതി കുളമാക്കി. എന്താ എഴുതിയെന്ന് വെച്ചാൽ, ഇതായിരുന്നു എഴുതിയത്. ഞാൻ എന്തോ ഒരു ഇതിൽ ഇപ്പം എന്താ വെച്ചാൽ, ഞാൻ ഫസ്റ്റായിട്ട് ഈ ജേണലിൽ
ഈ ഒരു ഡയറിയിൽ ഞാൻ ഫസ്റ്റായിട്ട് ജേണൽ ചെയ്തു. അതാണ് ഞാൻ എഴുതിയത്. അത് എഴുതണ്ടായിരുന്നു എന്ന് തോന്നി. അത്രയും ചെറിയൊരു സ്പേസിൽ ഞാൻ അത്ര വലിയൊരു വേർഡ് എഴുതി. അഭിമാനിക്കുന്നു അങ്ങനെയാണ് പറയാനുള്ളത്. അങ്ങനെ എഴുതി കൊടുത്തു. അത്രയേ ഉള്ളൂ. സിമ്പിളാണ് കേട്ടോ ജേണൽ ചെയ്യാൻ. പിന്നെ ഞാൻ ഇവിടെ വൈറ്റ് പോർഷൻ കുറച്ച് അങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ. എന്തൊക്കെയാണ് എന്താ എഴുതിയെന്ന് എനിക്കും അറിയില്ല, ഡയറിക്കും അറിയില്ല, പെന്നിനൊന്നും അറിയില്ല. എന്തൊക്കെയോ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്തായാലും അത് ഞാൻ കോളാക്കി കൈ തന്നിട്ടുണ്ട് അല്ലേ. എൻ്റെ കൈമേലൊക്കെ പശയാണ്. ഇപ്പോഴും എൻ്റെ കൈമേൽ പശയാണ്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കൈ മൊത്തം പശയാണ്. ഗിൽട്ടും ഒക്കെ ഉണ്ടായ ഷാഡോൻ്റെ. പിന്നെ ഈ ഒരു പെണ്ണ് എനിക്ക് ചതിച്ചു തന്നെ. ഈ ഒരു പെണ്ണ് ഈ ഐ ഷാഡോമിൽ എഴുതിയിട്ടായിരിക്കാം ഒരു എഴുത്ത് വന്നില്ല, എന്താ അറിയില്ല. എഴുത്തും കൂടി നല്ലോണം വരുന്നില്ല. ഒരു ഗ്യാപ്പിങ് അങ്ങനെയൊക്കെ ഒരു ഇതിലായിരുന്നു വന്നത്. എന്ത് ചെയ്യാൻ, അത് നമ്മുടെ കുഴപ്പമില്ല, അത് പെണ്ണിൻ്റെ കുഴപ്പം. ഓക്കെ, അങ്ങനെയായിരുന്നു അത്. ആ ഒരു സ്റ്റോറി അങ്ങനെയായിരുന്നു അത്. ഇതും ഞാനൊരു ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യണം വിചാരിച്ചു. ഒരു കട്ട് ഞാൻ ഷോർട്ടായിട്ട് ചെയ്തു. പക്ഷെ അപ്പോഴാണ് മനസ്സിലായത് ഇത് ഷോർട്ടാക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇത് ഒരു തുള്ളി പോലും എനിക്കാവില്ല. എന്താ വെച്ചാൽ എനിക്ക് കുറേ സമയം എടുത്ത് ചെയ്യണം, അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അപ്പം എന്തായാലും ബൈ.